പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെ തിരുവചന ഭാഗമാണ്. ഇതിൽ ഈശോ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൈവസ്നേഹത്തെ കുറിച്ചാണ്. നീ സ്നേഹിക്കുന്നുവെങ്കിൽ അത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കണം. നോമ്പ് കാലഘട്ടമായതുകൊണ്ട് ചെറിയൊരു ഉദാഹരണം കൂടി നൽകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. വിശുദ്ധ കുരിശിന് പ്രത്യേകത, ലംബമായി നിൽക്കുന്ന തടികഷ്ണത്തിന് മേൽ തിരശ്ചീനമായി തടികഷ്ണം വെച്ചാൽ അത് കുരിശായി. നമ്മുടെ സ്നേഹം ദൈവത്തിലേക്ക് ഉയരണം. ദൈവസ്നേഹം അത് പൂർണ്ണമാകണം. ദൈവസ്നേഹം പൂർണ്ണമാകണം. അപ്പോൾ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സ്നേഹിക്കുകയാണ്. അത് മാത്രം മതിയോ? പോരാ. ഒരു വിശുദ്ധമായി കുരിശ് പൂർണ്ണമാകണമെങ്കിൽ തിരശ്ചീനമായി ഒരു തടിക്കഷ്ണം കൂടി വെക്കണം. തിരശ്ചീനമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൈകൾ നീട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ എൻ്റെ സ്നേഹം എൻ്റെ സഹോദരങ്ങളിലേക്ക് നീളണം. എൻ്റെ സഹോദരങ്ങളിലേക്ക് നീളുമ്പോഴാണ് ആ ദൈവസ്നേഹം എന്ന് പറയുന്നത് പൂർണ്ണമാവുകയും. അപ്പോൾ സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ ദൈവത്തോട് സ്നേഹം, സഹോദരങ്ങളോട് സ്നേഹം, മൂന്നാമതായി സ്നേഹം കൂടിയുണ്ട്. അത് എന്നോട് തന്നെയുള്ള സ്നേഹമാണ്. ഈ മൂന്ന് സ്നേഹവും ഒരുമിച്ച് പൂർണ്ണതയിൽ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത എന്ന് പറയും. നീ ദൈവത്തെ മാത്രമാണ് സ്നേഹിക്കുന്നത്, സഹോദരരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പൂർണ്ണതയില്ല. നീ ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കുന്നു, നിന്നെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിലും പൂർണ്ണതയില്ല. മൂന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന പോലെ മൂന്നും ഒരുമിച്ച് കെട്ടപ്പെട്ടിരിക്കുന്നു. ഈ കൂട്ടായ്മ സ്നേഹത്തിൽ ഉണ്ടാകണം. സ്നേഹത്തിന്റെ കൂട്ടായ്മ അത് തീർച്ചയായിട്ടും നമ്മെ നയിക്കട്ടെ. നോമ്പ് കാലഘട്ടത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.